അതിന്റെ അതിപരിശമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവദിനം ചിന്തയ്ക്കാൻ ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവജനം എന്ന് പറയുന്നത് മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിന്ന അല്ലേരിയ. ഇപ്പൊ ശൂലങ്കാരിയുടെ സഹോദരന്മാരോട് ഉള്ള ഒരു അഭ്യർത്ഥനയും കൂടെയാണത്. 15-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവിൻ, അല്ലേലിയ. നശിപ്പിക്കുവാൻ അല്ലെ ഇവിടെ ഉപദേശിക്കുമ്പോഴേ ചെറുകുറുക്കന്മാരാണെങ്കിലും മുന്തിരിവള്ളി നശിപ്പിക്കുവാൻ അവർക്ക് കഴിയും. അപ്പൊ കുറുക്കന്മാർക്കും ചെറുകുറുക്കന്മാർക്കും മുന്തിരിവള്ളി നശിപ്പിക്കാൻ കഴിയും. പ്രൈസലോ. ദൈവജനത്തെ മുന്തിരിവള്ളിയോട് ഉപമിച്ച് വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു മുന്തിരിവള്ളിയും നാം അതിന്റെ കൊമ്പുകളുമാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറയും വിശ്വാസികളുടെ പാപമയമായ അഭിരുചികളെ, വിശ്വാസികളുടെ പാപമയമായ അഭിരുചികളാകുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ ഹല്ലേലൂയ ദിനംതോറും നശിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ദൈവജനത്തെ, ദൈവമക്കളെ തകർക്കുന്ന പാപമാകുന്ന അഭിരുചികളാകുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ ദിനംതോറും നാം ജീവിതത്തിൽ നശിപ്പിച്ച് കളയണമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ചെറിയ പാപങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ, സാക്ഷ്യത്തെ, നമ്മുടെ കൃപാവരങ്ങളെയും ക്രിസ്തുവുള്ള ബന്ധത്തെ നശിപ്പിച്ച് കളയും. ഇപ്പൊ ചെറിയ പാപങ്ങളും വലിയ പാപങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും മനുഷ്യ ജീവിതത്തിൽ പ്രവേശിപ്പാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ വലിയ കുറുക്കന്മാരെ കുറിച്ചും ചെറിയ കുറുക്കന്മാരെ കുറിച്ചും നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വലിയ പാപങ്ങളെക്കുറിച്ചും ചെറിയ പാപങ്ങളെക്കുറിച്ചും നാം വളരെ ബോധ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ശൂലങ്കാരി പറയുന്നത് മുന്തിരിത്തോട്ടം പഴുത്തിരിക്കിയാൽ, ഹല്ലേലൂയ, മുന്തിരിത്തോട്ടങ്ങൾ പഴുത്തിരിക്കിയാൽ കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ പിടിച്ചു തരണം, അല്ലെങ്കിൽ ഈ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ലോകപരമായി നാം ഈ ദൈവത്തിനെ ചിന്തിച്ചു നോക്കുമ്പോൾ കുറുക്കന്മാർ, വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ട്. ഹല്ലേലൂയ. ഈ വലിയ കുറുക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീവറേജും ബാറുകളും കൾഷാപ്പും ഒക്കെ നടത്തുന്ന വലിയ കുറുക്കന്മാര്, അവരുടെ ഇന്ന് 3 ലിറ്ററും 4 ലിറ്ററും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ വിറ്റഴിച്ച് കാശുണ്ടാക്കുന്ന ചെറിയ കുറുക്കന്മാര്, കഞ്ചാവ്, MDMA അടക്കമുള്ള വലിയ ഹോൾസെയിൽ വിൽക്കുന്ന വലിയ കുറുക്കന്മാര്, അവരുടെ നിന്ന് ചെറിയ ചെറിയ തൂക്കങ്ങൾ മേടിച്ചുകൊണ്ട് ചെറിയ ചെറിയ പൊതികളാക്കി മാറ്റി പ്രഭാതത്തിൽ 6 മണി തൊട്ട് ബംഗാളികളൊക്കെ പണിക്കിറങ്ങി നിൽക്കുന്ന കൂട്ടത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് ചെറിയ കഞ്ചാവ് പൊതി കൊടുക്കുന്ന MDMA കൊടുത്ത് ജനത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. ഹല്ലേലൂയ. കുട്ടികളെ വശീകരിച്ചുകൊണ്ട് പോകുന്ന വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും, ദൈവജനത്തെ നശിപ്പിക്കുന്ന വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും, അങ്ങനെ വിവിധ പാപ സ്വഭാവങ്ങൾ, അഭിരുചി പകരുന്ന സകല കുറുക്കന്മാരെ നശിപ്പിക്കണം. കുറുക്കന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം, ഭാരതം, ലോകരാജ്യങ്ങൾ. പ്രഭാതത്തിൽ സ്തോത്രം, ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ചാൽ, ഒന്നിച്ച് രാവിലെ അതിനുവേണ്ടി ആക്ഷൻ കമ്മിറ്റികളോ അല്ലെ അതുപോലുള്ള സംവിധാനങ്ങളോ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ ടൗണുകളിലും നല്ലൊരു സംഘം ടീമായിട്ട് പ്രവർത്തിച്ചാൽ ഈ ബംഗാളികളും നമ്മുടെ നാട്ടുകാരുമായിരിക്കുന്ന ജനങ്ങൾ ഒന്നിച്ച് അണിനിരക്കുന്നതിന് നടുവിൽ കഞ്ചാവ് പൊതികളുമായി MDMAയുമായിട്ട് കടന്നു വരുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ച്, അത് വാങ്ങുന്നവരെ പിടിച്ച്
ആമേലി അതിൽ നിന്ന് അവരെ വിടുവിക്കണം, അതിൽ നിന്ന് മോചിതരായി തീരണം. അങ്ങനെയുള്ള സാധനങ്ങൾ നശിപ്പിക്കണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് ജനം എഴുന്നേക്കണം. സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യത്തില്ല. സർക്കാരിന് പണം മാത്രം മതി, അധികാരത്തിന്റെ കസേരകൾ മാത്രം മതി. അതുകൊണ്ട് ജനം എഴുന്നേക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ബോർഡ് കണ്ടല്ലോ, വടകരയാണെന്ന് തോന്നുന്നു. MDMA അടക്കമുള്ള സകല ലഹരി പദാർത്ഥങ്ങൾ ഈ മേഖലയിൽ നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡ്. കേരളത്തിന്റെ 1446 വില്ലേജുകൾക്കകത്തും ഗ്രാമങ്ങൾക്കകത്തും ഈ ബോർഡ് ഉയരട്ടെ. യൗവനക്കാർ മുന്നോട്ട് വരട്ടെ. അല്ലേ? അപ്പം ഭവനത്തിനകത്ത് മദ്യം വാങ്ങിക്കൊണ്ട് വെച്ച് കുടിക്കുന്ന ചെറുകുറുക്കന്മാർ, അവർക്ക് കൊടുക്കുന്ന വലിയ കുറുക്കന്മാരാ, ബീവറേജുകാരാ. അത് വാങ്ങി വീട്ടിനകത്ത് വെച്ച് കൊണ്ടുവന്ന് കുടിക്കുന്ന ചെറിയ കുറുക്കന്മാർ, അത് തങ്ങളുടെ മക്കൾക്കും കൊടുത്ത് അവരെയും കൂടെ ലഹരി പിടിപ്പിക്കുന്ന വീട്ടിലെ കുറുക്കന്മാരെ ഈ ദിവസങ്ങൾ പിടിക്കണം. ലഹരി ഒരുവന് അല്ലെങ്കിൽ 3 ലിറ്റർ മദ്യം ബീവറേജിൽ നിന്ന് വാങ്ങാം. ഞാൻ ഈയിടെ ഒരാളോട് സംസാരിച്ചു, 3 ലിറ്റർ വാങ്ങാൻ സാറേ, അത് നമുക്ക് ഏത് സമയത്തും കൊണ്ടു നടക്കാം, ബില്ല് കണ്ടാൽ മതി. ഞാൻ ചോദിച്ചു, 3 ലിറ്റർ നിങ്ങൾ കുടിക്കോ? ഇല്ല, അത് ഞങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും, നല്ല വിലയ്ക്ക് വിറ്റിട്ട് ഞങ്ങൾ വീണ്ടും ചെല്ലുമ്പോൾ 3 കിട്ടും. അങ്ങനെ പണം ഉണ്ടാക്കുന്ന ചെറുകുറുക്കന്മാർ. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നഹിത ദൈവവചനമാണ് ഈ പ്രസംഗിക്കുന്നെങ്കിലും ഈ ചെറിയ കുറുക്കന്മാരും വലിയ കുറുക്കന്മാരും ആരാണ് നമ്മൾ തിരിച്ചറിയണം. ഇവർ ദൈവജനത്തിന്റെ ഇടയിലേക്കും കയറിക്കൂടിയിരിക്കുകയാണ്. ദൈവജനത്തെയും ദൈവമക്കളെയും കൂടെ നശിപ്പിക്കുവാൻ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ അഥവാ മുന്തിരിവള്ളിയായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവജനത്തെയും കൂടെ നശിപ്പിക്കുവാൻ ഈ കുറുക്കന്മാരും വലിയ കുറുക്കന്മാരും ചെറുകുറുക്കന്മാരും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. അതുപോലെ ദുരുപദേശങ്ങൾ കാഴ്ചവെക്കുന്ന, ദുരുപദേശങ്ങൾ പറയുന്ന വെറും കൾട്ടുകൾ, അല്ലെങ്കിൽ ദുരുപദേശകന്മാരായിരിക്കുന്ന വലിയ കുറുക്കന്മാരെയും ചെറിയ കുറുക്കന്മാരെയും നാം തിരിച്ചറിയണം. പ്രവാചകന്മാരെയും കള്ളപ്രവാചകന്മാരെയും തിരിച്ചറിയണം. ഞങ്ങൾക്കെല്ലാം ഈ ചെറുതും വലുതുമായ അനവധി കുറുക്കന്മാരുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകം അധംപതിച്ചുകൊണ്ടിരിക്കുക. ഒരു വീട്ടിലെ 5 പേരെ ഒരുപോലെ അടിച്ചു കൊന്ന്, ചുറ്റികയ്ക്ക് അടിച്ചു കൊല്ലുവാൻ, നല്ല സാഹസികമായി അടിച്ചു കൊല്ലുവാൻ, ശബ്ദം പോലും പുറത്തു വരാതെ അടിച്ചു കൊല്ലുവാൻ നല്ല അഭ്യാസം പ്രാപിച്ച, അതിനുള്ള യോഗ്യത നേടിയ ആ സഹോദരൻ 5 പേരെ അടിച്ചു കൊന്നപ്പോ ലേരിയ ആ സഹോദരന്റെ മാതാവ് പറഞ്ഞ കട്ടിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്ക് പറ്റിയതാണ്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന, അവരെ വീണ്ടും രംഗത്തേക്ക് ഇറക്കി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ഈ കുറുക്കന്മാരുടെ പട്ടികയിലാണ് ചേർക്കുന്നത്. പാപത്തെ പാപമായിട്ട് കാണണം. പാപമാകുന്ന, അഭിരുചികളാകുന്ന കുറുക്കന്മാരെയും ചെറുകുറുക്കന്മാരെയും ആമി പിടിച്ച് കെട്ടാത്തടത്തോളം കാലം അല്ലേരിയ നമ്മുടെ കേരളമായിരുന്നാലും ഭാരതമായിരുന്നാലും ലോകരാജ്യങ്ങൾ എവിടെയായിരുന്നാലും രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയത്തിനകത്ത് വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ട്. അവരാദ്യം മാനസാന്തരപ്പെടണം. ഇടയ്ക്ക് സമുദായങ്ങളിൽ വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ട്. ദൈവസഭയ്ക്കകത്ത് പോലും വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ട്. ഇവരെ നാം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതം ക്രമീകരിക്കാൻ കഴിയുള്ളൂ. ലേരിയ വചനം പറയുന്നത്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്തിരിക്കാൻ കേരളത്തിൽ 3.25 കോടിയിലധികം വരുന്ന ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയുടെ 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങൾ 143 കോടിയിലധികം വരുന്ന ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ലോകരാജ്യങ്ങൾ 800 കോടിയിലധികം ജനങ്ങൾ. ഇവർ ദൈവത്തിന്റെ ജനമാണ്. ഒരു മനുഷ്യന് സ്വയമായി ഉണ്ടായി വന്നതല്ല, ഒരു മനുഷ്യന് സ്വന്തം ഇഷ്ടം മുളച്ചു വന്നത്. ഇവരെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഇവരെല്ലാം ദൈവത്തിന്റെ ജനമാണ്. അങ്ങനെ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഈ ലോകത്തിലുള്ള സകല ജനത്തെയും, ആപാലവൃത്തം ജനങ്ങളെ, ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ പുള്ളി തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന വലിയ കുറുക്കന്മാരെ, ചെറിയ കുറുക്കന്മാരെ നാം തിരിച്ചറിയണം. ഭവനത്തിനകത്ത് മദ്യപാനം കൊണ്ടുവരാൻ, ഭവനത്തിനകത്ത് മദ്യം കുടിക്കുവാൻ ഭവനത്തിനകത്തിരിക്കുന്ന സഹോദരിമാർ സമ്മതിക്കരുത്. പുകയില ഉപയോഗിക്കുന്ന സഹോദരിമാർ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കണം, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. പുകയില ഉപയോഗിക്കാൻ പാടില്ല.
മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ കുടുംബത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തം മക്കളെ തിരുത്തുവാൻ കഴിയണം മാതാപിതാക്കൾക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുടുംബശ്രീയെക്കുറിച്ചും സ്ത്രീശക്തിയെക്കുറിച്ചും അങ്ങനെയുള്ള സഹോദരിമാരുടെ വലിയ കൂട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ആരെ ദോഷമായിട്ട് ചിത്രീകരിക്കുന്നതല്ല. സ്വന്തം കുടുംബത്തിലേക്ക് മദ്യം കുടിച്ചു വരാൻ പാടില്ല. സ്വന്തം കുടുംബത്തിലേക്ക് മദ്യം കുടിച്ചു വരുന്ന ഭർത്താവിനെ ആയിരുന്നാലും ഭാര്യയായിരുന്നാലും അപ്പനായാലും അമ്മയായിരുന്നാലും ശക്തമായിട്ട് എതിർക്കുവാൻ ഇവിടുത്തെ കുടുംബശ്രീക്ക് കഴിയണം. സർക്കാരിന് കഴിയില്ല, അങ്ങനെ സഹോദരിമാർക്ക് കഴിയണം. സ്വന്തം മക്കൾ കുടിച്ചിട്ട് വന്നാൽ, ലഹരി ഉപയോഗിച്ചു വന്നാൽ അതിനെ ശക്തമായിട്ട് തടയുവാൻ കഴിയണം. ചെറിയ കുറുക്കന്മാർക്കും വലിയ കുറുക്കന്മാർക്കും നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ മക്കൾ കൂട്ടുകാരുമായിട്ട് വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് എന്ന് പറയുന്ന വലിയ കുറുക്കന്മാരെയും ചെറിയ കുറുക്കന്മാരെയും ഭവനത്തിന് ഒഴിവാക്കണം. അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്റെ പാസ്റ്റർ പ്രാർത്ഥിക്കണം മകന് വേണ്ടി. അവൻ ഡിപ്ലോമയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ ചെറുപ്പത്തിൽ നല്ലൊരു ദൈവമായിരുന്നു. ദൈവവചനത്തിൽ അവൻ നന്നായിട്ട് അറിവുള്ളവനും ജ്ഞാനമുള്ളവനുമാണ്. അവർ ദൈവനാമത്തിന് വേണ്ടി അവനെ ഉപയോഗിക്കേണ്ടതിനായിട്ട് അവനെ ഞങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചതാണ്. പക്ഷേ അവൻ ഒരുപാട് കൂട്ടുകാരുമായിട്ട് വൈകിട്ട് ഭവനത്തിലേക്ക് വന്നിരുന്നാൽ മണിക്കൂറുകളാ ചെലവഴിക്കുന്നത്. വീട്ടിൽ പ്രാർത്ഥനയിൽ ആരാധനയുടെ വചനം വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൂട്ടുകെട്ടിൽ എന്റെ മകൻ അകപ്പെട്ട് അശ്ലീലമായ മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം തുടങ്ങി. അപ്പോൾ ഞാൻ ആ മാതാവിനോട്, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന, നിങ്ങളുടെ മകനോടൊപ്പം കൂട്ടുകൂടി വരുന്ന വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ട്, അവരെ കർശനമായിട്ട് താക്കീത് ചെയ്ത് പറഞ്ഞയക്കണം. അല്ലേ? ജനം ഉണർന്നാലേ ശരിയാകുള്ളൂ. ജനം ഉണരണം, ജനരംഗത്ത് വരണം. അതിനുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ ഒന്നിച്ചു കൂടാൻ. രാഷ്ട്രീയമല്ല ഇവിടെ ആവശ്യം, മതമല്ല ഇവിടെ ആവശ്യം. രാഷ്ട്രീയത്തിനും മതത്തിനും വല്ല പ്രാധാന്യം നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ദേശത്ത് കുലപാതകങ്ങൾ പെരുകുന്നു, അസന്മാർഗത പെരുകുന്നു, രക്തച്ചൂഴ്ചകൾ പെരുകുന്നു. അതിനെ നാം ശക്തമായിട്ട് എതിർക്കണം. ഞങ്ങളെപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്നും ദിനംതോറും തെരുക്കോണുകളിലും ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കുന്നവരാണ്. ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളെ വെറും പുച്ഛമായിട്ട് കാണുന്നവരുണ്ട്. ഞങ്ങളെ പുച്ഛമായിട്ട് കണ്ടാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഈ വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും കുടുംബ ജീവിതത്തെ തലമുറകൾ നശിപ്പിക്കുന്ന ഈ പൈശാചിക ശക്തികളെ, സാത്താന്യ ശക്തികൾക്കെതിരെ ഞങ്ങൾ എന്നും പോരാടും. അല്ലേ? ഞങ്ങൾ ഇന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ശബ്ദിക്കണം. സഹോദരിമാർ ശബ്ദിക്കുക. നിങ്ങൾ രംഗത്തെഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യം മാതൃകയുണ്ടാക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബത്തിൽ മാതൃകാപരമായ ജീവിതം നയിക്കണം. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കണം, ഉപദേശം കൊടുക്കണം, ശാസന കൊടുക്കണം. ഹല്ലേലൂയ. മദ്യത്തിൽ നിന്ന് പൂർണ്ണ മോചനം പ്രാപിക്കണം. ഹല്ലേലൂയ. ചെറിയ കുട്ടികൾക്ക് പോലും ലഹരിയെക്കുറിച്ച് നല്ല അറിവായി. അവർക്കും അതില്ലാത്ത ഒരു കാലഘട്ടം. ചെറിയ കുട്ടികൾ പോലും സിഗരറ്റ് അടക്കമുള്ള അനവധി സാധനങ്ങൾക്കകത്ത് ഈ കാലഘട്ടങ്ങളിൽ കഞ്ചാവ് നിറച്ചു കൊടുക്കുന്നുവെന്ന് അത് സ്കൂളുകളും കോളേജുകളും ക്യാമ്പസുകളും കലാലയങ്ങളും ഒക്കെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഈ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളെ നശിപ്പിക്കുന്ന, ലഹരി കൊടുക്കുന്ന കുറുക്കന്മാർ, വലിയ കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നിയന്ത്രിക്കണം. സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ചുറ്റുമുട്ടത്തുള്ള എല്ലാ കടകളിലും, ചുറ്റുവട്ടത്തുള്ള എല്ലാ കടകളിലും രാവിലെ ബംഗാളികൾ രംഗത്തിറങ്ങി വരുമ്പോൾ രാവിലെ തുറക്കുന്ന ചെറിയ പെട്ടിക്കടകൾ അടക്കമുള്ള കടകൾക്കകത്ത് ഒളിഞ്ഞിരുന്ന് പതിയിരുന്ന് ലഹരി കൊടുക്കുന്ന കുറുക്കന്മാരെ പോലെയുള്ള ബിസിനസ്സുകാരെ നാം കാണാതെ പോകരുത്. അല്ലേലിയ. അങ്ങനെയുള്ളവരെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പോലീസിനെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് ആർക്കും എതിർത്ത് വേണമെങ്കിലും സംസാരിക്കാം, അനുകൂലമായിട്ട് വേണേലും പറയാം. പക്ഷേ ഞാൻ നീണ്ട 25 വർഷം മദ്യത്തിന് അടിമയായി ജീവിച്ചിട്ട മദ്യപാനത്തിന് മോചനം പ്രാപിച്ച് എനിക്ക് കിട്ടിയ സമാധാനമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, സ്കൂൾ വിഭാഗങ്ങൾ, കോളേജ്, വിവിധ ക്യാമ്പസുകൾ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ലഹരി മിഠായികളിലൂടെ, അച്ചാറുകളിലൂടെ, അല്ലൊരിയ അങ്ങനെയുള്ള പുളിമുട്ടായിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മയക്കുമരുന്ന് അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കടയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ നിയമ സംവിധാനങ്ങൾ റെഡിയാകണം. അവൾ കരുത്തേക്കണം. പ്രൈസറോ. മാത്രമല്ല, സ്കൂളുകളിൽ സ്കൂൾ അധികൃതർ, PTA കമ്മിറ്റി,
നാട്ടുകാര്, പേരൻസ്, അധികാരികളെ കൂടി ഒന്നിച്ച് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്കായി കുടുംബാമി, സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഈ ചെറുകുറുക്കന്മാരെ അല്ലേ അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ മാതൃകപരമായി ശിക്ഷിക്കത്തക്ക നിലയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. നമുക്കിവിടെ വേണ്ടത് സമാധാനമാണ്, കുടുംബത്തിനകത്ത് സമാധാനമാണ്. രാവിലെ ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഭർത്താവിനെ നോക്കിയിരിക്കുന്ന ഭാര്യ വേദനയോടെ, കണ്ണുനീരോടെ, ഏത് വിധത്തിലാണ് വരുന്നെന്ന് അറിയത്തില്ല. രാവിലെ പുറത്തേക്ക് ജോലിക്ക് പോയ മക്കൾ മടങ്ങി വരുന്നത് ഏത് വിധത്തിലാണെന്ന് അറിയില്ല. പിന്നെ തിരുവനന്തപുരത്ത് നടന്ന വെള്ളറടിയും വെഞ്ഞാറമൂടും നടന്ന 2 കൊലപാതകങ്ങൾ എത്ര ഭീകരമാണ്. ഇതെല്ലാം മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ ലഹരിയാണ്. ഇവിടുത്തെ തീവ്രവാദ ശക്തികളെ നാം എതിർത്ത് തോൽപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്ത് സമാധാനം, നമ്മുടെ കേരളത്തിൽ സമാധാനമാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള സകല അസന്മാർഗീയമായ ജീവിത സാഹചര്യങ്ങളെ നാം തിരിച്ചറിയാത്രത്തോളം കാലം നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വിശ്വാസികളായിരിക്കുന്നവരിൽ പലരും ലഹരിക്കടിമകളായി മാറിയ സംഭവങ്ങൾ. ഹല്ലേലൂയ. അനവധി വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് പോയി പഠിച്ച് അവിടെ ചെന്ന് MDMA ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം സൃഷ്ടിക്കുന്ന, പഠിത്തം നിർത്തുക, കോളേജുകൾ അവരെ ഡിസ്മിസ് ചെയ്തു, സസ്പെൻഷൻ കൊടുത്തു. പലരെയും അനേകരുടെ ഭാഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കാണാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സെത്ര കഠിനമാണെന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഉണർന്ന് പ്രസംഗിക്കുക മാത്രമല്ല, പ്രായോഗികമായിട്ട് ഇതിനൊക്കെ എതിർത്ത് നിൽക്കണമെന്ന്. അപ്പം ചെറിയ കൃമികൾ നമ്മുടെ ശരീരത്തിൽ ഇഴയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടും. ചെറിയ കൃമികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ ഇഴയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടും. ചെറിയ കൊതുകുകൾ തന്നെയാണല്ലോ നമ്മുടെ ശരീരം കുടിക്കുന്നത്. ചെറിയ കൊതുകളാണല്ലോ നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ രക്തം കുടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ മന്ത് പോലെയുള്ള രോഗങ്ങൾ കൊണ്ടുതരുന്നത്. അപ്പം ചെറിയൊരു കൊതുകിനും ഒരു മന്ത് രോഗത്തെ കൊണ്ടുതരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ജനത്തെ നശിപ്പിക്കുന്ന ഈ വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും മനുഷ്യ ജീവിതത്തെ എത്രമാത്രം നശിപ്പിക്കുന്നു. ചെറിയ കൃമികൾ ശരീരത്തിൽ ഇഴഞ്ഞാൽ ശരീരത്തിൽ എത്ര മാരകമായ രോഗങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് സ്തോത്രം. കൊതുകുകൾ നമ്മുടെ രക്തം കുടിച്ചിട്ട് പോകട്ടെ എന്ന് ആരും വെക്കത്തില്ല. സ്തോത്രം. കൊതുകുകൾ നമ്മുടെ രക്തം കുടിക്കാൻ വരുമ്പോൾ നാം കൊതുകുകളെ നശിപ്പിക്കാറുണ്ട്. ഒന്നുകിൽ നമ്മൾ ഗുഡ് നൈറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കൊതുക് തിരിയോ, ഇന്നത്തെ ബാറ്റൊക്കെ മേടിച്ച് കൊതുകുകളെ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ അതിനെ മാർഗങ്ങൾ കണ്ടെത്തും. കൊതുകുകൾ നമ്മുടെ ദേഹത്ത് വന്ന് രക്തം കുടിച്ച് അതിനെ പോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ മലേറിയ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലേ? അങ്ങനെ ചെറിയ പാപങ്ങളാണ് പിന്നത്തെ വലിയ രോഗങ്ങളായി മാറുന്നത്. അല്ലേ? കപ്പലിനെ പോലും കമിഴ്ത്തുവാൻ സാധിക്കുന്ന ചെറിയ മീൻകൂട്ടങ്ങളുണ്ട്. കടലിൽ ഓടിക്കളിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ, മീൻകൂട്ടങ്ങൾ. അവ പെരുത്ത കൂട്ടമായിട്ട് വന്നാൽ ഓടിക്കൊണ്ടിരുന്ന കപ്പലിനെ പോലും മറിച്ചു കളയാൻ അതിനുള്ള ബലം കിട്ടുവാണ്. അല്ലേലിയ. നമ്മളതിനെ തിരിച്ചറിയണം. ലേലിയ. പ്രേക്ഷകർ എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന നാം ഭൂമി ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ കാര്യങ്ങളായിരുന്നാലും ദൈവത്തോട് സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം. ദൈവത്തിന് നീതിയുള്ളവരായിരിക്കണം. ലഹരി ഉപയോഗിച്ചോ നിങ്ങളുടെ രോഗങ്ങൾക്ക്, നിങ്ങളുടെ ശാരീരികമായ ക്ഷീണങ്ങൾക്ക് അല്പം ലഹരി നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഗുരുക്കന്മാർ. കാരണം അവർ ലഹരിക്ക് അടിമകളാണ്. മദ്യം ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾക്ക് അടിമകളായിരിക്കുന്ന ഡോക്ടർമാരായിരിക്കുമല്ലോ തങ്ങളായിരിക്കില്ല രോഗികളൊന്നും അല്പം കുടിച്ചോളാൻ പറയുന്നത്. അങ്ങനെയുള്ള വലിയ ഗുരുക്കന്മാരെയും ചെറിയ ഗുരുക്കന്മാരെയും നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കകത്ത് സത്യസന്ധരായിരിക്കണം. കർത്താവ് നമ്മെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കും, അതിലും നാം സത്യസന്ധരായിരിക്കണം. ദൈവജനത്തെ സംബന്ധിച്ച് അതിര് തോണ്ടാൻ പോകരുത്. കൊള്ളപ്പലിശയ്ക്ക് അമ്മയും പണം കൊടുക്കരുത്.
ആരുടെയും പിടിച്ചു പറിക്കരുത്, മോഷ്ടിക്കരുത്, വേലക്കാരന്റെ കൂലി അപകരിച്ചെടുക്കരുത്, വേലക്കാരന്റെ കൂലി കുറയ്ക്കരുത്. അല്ലേ ദൈവമക്കളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാവരും ചെയ്യേണ്ടതാ. രാവിലെ പാടത്തും പറമ്പിലും കോറിയിലും മണ്ണിനോടും കല്ലിനോടും പണിയെടുത്തിട്ട് വൈകിട്ട് പണി കഴിഞ്ഞ് കയറി വരുമ്പോൾ വേലക്കാരന്റെ പൈസ ആമി പിടിച്ചു വെക്കുന്ന അനവധി ആളുകളുണ്ട്. രാവിലെ 50 പേരെ 100 പേരെയൊക്കെ ആമി പണിക്ക് ആമി വിളിച്ചു കൊടുക്കുന്ന ബ്രോക്കർമാരുണ്ട്. അല്ലേ ബ്രോക്കർമാർ പണിക്ക് ആമി പിടിച്ച് എന്നിട്ട് ഒരാളിൽ നിന്ന് ആമി 100 രൂപ വെച്ച് ഈടാക്കുന്ന അനവധി ആളുകളുണ്ട്. ഒരു പണിക്കാരനെ ആമി വിളിച്ചുവിട്ട് അവന് 900 കൂലി കൊടുത്ത് വീട്ടുകാരിൽ നിന്ന് 1000 മേടിക്കുന്ന, 1000 മേടിച്ച് 100 പണിക്ക് കൊണ്ടുപോയ പണി മേടിച്ചു കൊടുത്ത ബ്രോക്കർക്ക്, അങ്ങനെയുള്ള കുറുക്കന്മാർ, കൈക്കൂലി മേടിക്കുന്ന കുറുക്കന്മാർ. ഇത് സർക്കാരിന്റെ ഭാഗത്തും വലിയ വലിയ കൊള്ള നടത്തുന്ന, അഴിമതി നടത്തുന്ന വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരുണ്ട്. വലിയ കോഴ വാങ്ങുന്നവരുണ്ട്, ചെറിയ കോഴ വാങ്ങുന്നവരുണ്ട്, ചെറിയ ചെറിയ കൈക്കൂലി. ഇതെല്ലാം കുറുക്കന്മാരുടെ സ്വഭാവമാണ്. അല്ലേലിയ. ഇങ്ങനെ ആമി മുന്തിരിത്തോട്ടം പഴുത്തിരിക്കുക, ലോകം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാര്, ചെറുകിട കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുമെന്ന് ശൂലേങ്കാരി തന്റെ സഹോദരന്മാരോട് പറയുക. അത് നമ്മൾ ഇതിനൊക്കെ തിരിച്ചറിയണമെന്നേ. ഒരുപക്ഷെ നിങ്ങളോർക്കും ദൈവവചനം പ്രസംഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ പ്രസംഗിക്കുന്നത്? ദൈവവചനത്തിന്റെ ആമയിൽ ഭാഗത്തുനിന്ന് ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഒരു ക്രമീകരണം, ശുദ്ധീകരണം വരാൻ വേണ്ടി, നാം ചിലതരക്ക് ബോധവാന്മാരായി മാറാൻ വേണ്ടി യത്നം ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യവും ക്രമീകരണം. കള്ള പലിശ, കള്ള തുലാസ്, അല്ലേ കള്ള തുലാസ്. നമുക്കറിയാം, നമ്മുടെ റേഷൻ കടകളിൽ ചെന്ന് അരി വാങ്ങിക്കഴിഞ്ഞാൽ 8 കിലോ അരി വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് 7.5 കിലോ അരിയെ കാണുകയുള്ളൂ, 1/2 കിലോ കാണത്തില്ല. ഇല്ലേ? നിങ്ങൾ വേറെ ഒന്ന് തൂക്കി നോക്കണം. പൈസ എല്ലാം വഞ്ചനയാണ്, വഞ്ചന. അല്ലേലിയ, സ്തോത്രം. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, വലിയ വലിയ പാപങ്ങൾ, ചെറിയ കൃമികൾ പോലും പിന്നത്തേതിൽ വലിയ രോഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ ചെറിയ ചെറിയ പാപമാകുന്ന അഭിരുചികളെ നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൽ നീക്കിക്കളയണം. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനമാണ്. ലേലിയ. രാഷ്ട്രീയക്കാർ ഉണരണം. ആമേലെ പാപത്തിലൂടെ സമ്പാദിക്കുന്ന പണം വേണ്ടെന്ന് വെക്കണം. അല്ലേലിയ. കളവ് പറഞ്ഞ് പൈസ വാങ്ങുക, കളവ് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുക. അല്ലേലിയ. ദൈവദാസിദാസന്മാർ കളവ് പറഞ്ഞ് പൈസ വാങ്ങരുത്, കള്ളം പറഞ്ഞ് ഒന്നും നേടാൻ ശ്രമിക്കരുത്. ചെറിയ ചെറിയ പാപം നിങ്ങളെ വലിയ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ സിനിമ, സീരിയല്, റിയാലിറ്റി ഷോ, കോമഡികൾ ഒക്കെ, അല്ലേലിയ, അത് വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും എന്നപോലെ കുടുംബത്തെ, തലമുറകളെ നശിപ്പിക്കുന്നതാണ്. അല്ലേലിയ. ചിലരൊക്കെ അതിനെ എതിർത്ത് പറയുമ്പോൾ അവരെല്ലാം കൂടെ ഇല്ലായ്മ ചെയ്യുന്നത് കാണാൻ കഴിയും. എന്നാലും അവരൊക്കെ പറയുന്നുണ്ടല്ലോ, നല്ലത് പ്രവർത്തിക്കും, നല്ലത് പ്രവർത്തിച്ചാൽ നല്ലതെന്ന് പറയും. ദോഷമായത് പ്രവർത്തിക്കുമ്പോൾ, മോശമായത് പ്രവർത്തിക്കുമ്പോൾ ദൈവഹിതമല്ലാത്ത പാപമാകുന്ന അഭിരുചികളെ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന ദുഷ്പ്രവർത്തികളെ നാം കണ്ടില്ലെന്ന് വെക്കരുത്. അല്ലേലൂയ. ഞാൻ നമ്മുടെ കേരളത്തിലെ പോലീസിലേക്ക് വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു പരിധി വരെയൊക്കെ അവരെല്ലാം കണ്ടുപിടിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അവർക്കും പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുന്നംകുളം പോലെയുള്ള പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ചില എസ്ഐമാര്, ചില സർക്കിൾമാരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ലഹരി വേട്ടകൾ നടത്തി പലരെയും പിടിച്ചു. അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള നല്ല ഉദ്യോഗസ്ഥരും ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നല്ല ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അവരെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെയുള്ള പ്രതികളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ അവരെ ജാമ്യത്തിലിറക്കുവാൻ, അവരെ കേസിന് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് ജാമ്യമായിട്ട് ചെല്ലുന്ന, അവർക്ക് സപ്പോർട്ടായി ചെന്ന് അവർക്ക് ഇടനിൽക്കാൻ വേണ്ടുന്ന വലിയ കുറുക്കന്മാരുണ്ട്, രാഷ്ട്രീയക്കാർ. അവർ മാനസാന്തരപ്പെടണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു MLA മകനെ മയക്കുമരുന്നിൽ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം, പോലീസിനെ അഭിനന്ദിച്ചു. MLA മകനെ, ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ MLA ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ മകനെ MDMA ആയിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ MLA പറഞ്ഞു, തെറ്റ് ചെയ്താൽ മകനായാലും ശിക്ഷിക്കപ്പെടണം. മാതൃകാപരമായ ജീവിതം. അത് ലഹരി ഉപയോഗിക്കുന്ന മക്കളെ പൊതിഞ്ഞും, ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവിനെ, ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളെ പൊതിഞ്ഞ് സംസാരിക്കാൻ നീ തയ്യാറാകരുത്.
തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അതിന് തിരുത്തണം. അത്രമാത്രം ഒരു നരകത്തിന് സമാനമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ വാതോരാതെ വികസനം പറഞ്ഞ് നടക്കുന്നവരുണ്ട്, വികസനം പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്, വാതോരാതെ കേരളത്തിന്റെ നന്മ ഉയർത്തി പറയുന്നവരുണ്ട്. പക്ഷെ കുലപാതകങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? അക്രമങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? പീഡനങ്ങളുടെ ബലാത്സംഗങ്ങളുടെ ആമേലി എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? അത് വർദ്ധിച്ചു വരികയല്ലേ. മുട്ടിന് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പെരുകിക്കൊണ്ടിരിക്കുകയില്ലേ, ലഹരികൾ പെരുകയില്ല, കഞ്ചാവ് ഇഷ്ടംപോലെ ജനത്തിന്റെ നിലവിലല്ലേ. നിങ്ങൾ ചിന്തയില്ല, ഈ ബംഗാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ ചുറ്റും നിങ്ങൾ പോയി നോക്ക്. അവിടെ കഞ്ചാവിന്റെ മണമാണ്, കഞ്ചാവിന്റെ മണവും മദ്യത്തിന്റെ മണമാണ്. ഞാൻ ഒരിക്കലും ഒരു ബംഗാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കയറി ചെന്ന് അവിടെ ചെന്ന് 2.5 ചാക്ക് കുപ്പിയായിരിക്കുന്നത്. 2.5 ചാക്ക് കുപ്പി ബ്രാൻഡി കുപ്പി അവർ കുടിക്കുന്ന. മാസം തോറും 2 ചാക്ക് കുപ്പി വെച്ചാ ഇറക്കി എല്ലാവരും സ്തോത്രം വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നേ. അല്ലേലിയ. എന്തുമാത്രം നാശമാണ് നമ്മുടെ കേരളം കാണുന്നത്. ഈ വേദപുസ്തകത്തിൽ പറയുന്ന വാക്യം, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്തിരിക്കാൻ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണരാറായെന്ന് വേദപുസ്തകത്തെ കുറിച്ച് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ഉണ്ടാകുമെന്നും മുന്തിരിവള്ളിയെ നശിപ്പിക്കുമെന്നും ദൈവസഭയെ നശിപ്പിക്കുമെന്നും ദൈവജനത്തെ നശിപ്പിക്കുമെന്നും സകല ജനത്തെ നശിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഈ വേദപുസ്തകത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്ന് ഈ വേദപുസ്തകം വായിച്ച് മനസ്സാണ് നമുക്കിവിടെ വീണ്ടും സമാധാനമാണ്, കുടുംബങ്ങൾക്കകത്ത് സമാധാനമാണ്, കുടുംബങ്ങൾ സന്തോഷമാണ്. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എന്റെ സാറേ, വീട്ടിൽ വൈകിട്ട് ഭർത്താവ് വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കും ഞങ്ങൾക്കും ചോറ് പോലും കിട്ടത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ കാരണം? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വീട്ടിൽ വെച്ചിരിക്കുന്ന ചോറെടുത്ത് എറിഞ്ഞു പൊട്ടിക്കും, പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കും. കണ്ട, വലിയ കുറുക്കന്മാരെ സ്വാധീനിച്ച് ഇങ്ങനെയുള്ള ചെറിയ കുറുക്കന്മാർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരി എന്ത് ചെയ്തു? വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുന്നു, ഭാര്യയെ ഇടിക്കുന്നു, മക്കളെ ഇടിക്കുന്നു, അപ്പനെ അടിക്കുന്നു, അമ്മയെ അടിക്കുന്നു, അമ്മായിയെ അടിക്കുന്നു, മരുമോളെ അടിക്കുന്നു എന്ന് വേണ്ട അവരെ ഏതെല്ലാം വിധത്തിൽ കൊല്ലാം എന്ന് തന്ത്രങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ കേരളം എത്ര അതംപതിച്ചു പോയി, ഭാരതം എത്ര മാത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഈ പട്ടണങ്ങളുടെ തെരുക്കോണുകളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുന്ന സുവിശേഷത്തിന് മാത്രമേ ഈ ലോകത്തെ രക്ഷിപ്പാൻ കഴിയും, ജനത്തെ രക്ഷിപ്പാൻ കഴിയും. ഞങ്ങൾ ആരും വലിയ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരല്ല. പൊതുമുതലുകൾ അടിച്ചു തകർക്കുന്ന, പൊതുസ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുന്ന കുറുക്കന്മാരും വലിയുറുക്കന്മാരും, ചെറുകുറുക്കന്മാരും വലിയുറുക്കന്മാരും. ആഹ്വാനം കൊടുക്കുവാൻ അനവധി വലിയ കുറുക്കന്മാർ കാണും, ചെറിയ കുറുക്കന്മാരെല്ലാം കൂടെ അടിച്ച് തകർക്കും. എത്രയോ പൊതുമുതലുകൾ നശിപ്പിക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ജഡത്തിലുണ്ടാകുന്ന പാപമാകുന്ന അഭിരുചികളാണ്. ചെറിയ ചെറിയ കുറുക്കന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ജഡം നമ്മൾ എഴുന്നേക്കാൻ തുടങ്ങും. ജഡം എഴുന്നേറ്റ് കഴിയുമ്പോൾ പാപം നമ്മളിൽ വസിക്കും. ആ പാപം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ മെസ്സേജൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 25 വർഷം ലഹരി കടിമയായി പോയ വ്യക്തിയായിരുന്നു. ലോകം എന്നെ ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ മാനസികത നഷ്ടപ്പെട്ടു, മനോരോഗിയാണെന്ന് എന്നെക്കുറിച്ച് പറഞ്ഞ നാളുകളുണ്ട്. എന്നെ ഊളംപാറയിൽ കൊണ്ടുപോയാക്കണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അത്രമാത്രം മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ ജീവിച്ച കാലഘട്ടങ്ങൾ. വലിയ കുറുക്കന്മാർ എനിക്ക് തന്ന ലഹരികളെല്ലാം കൂടെ വാങ്ങിക്കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് ചെറുകുറുക്കനെ പോലെ ഓടി നടന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. തിരിച്ചറിവില്ലാത്ത എന്നെ അതിന് വിടിവിച്ചുകൊണ്ടൊരു യേശുണ്ട് കേട്ടോ. എന്നെ വിടിവിച്ചുകൊണ്ടെന്ന യേശു ഇന്ന് ജീവനോടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് ആ കർത്താവിന്റെ വചനത്തിലൂടെ ഞാൻ ഈ ഭാഗങ്ങൾ നിങ്ങളോട് പറയുന്നത്. നമ്മളെല്ലാം മാനസാന്തരപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം. അല്ലേ? നമ്മുടെ കർത്താവ് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ആരും നശിച്ചു പോകാതെ
എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി അവർ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് നമ്മോട് ഇച്ഛിച്ച് ദീർഘക്ഷമം കാണിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സൂരി, മടങ്ങി പാപമാകുന്ന അഭിരുചികൾ, പാപമാകുന്ന വലിയ കുറുക്കന്മാർ, ചെറിയ കുറുക്കന്മാർ നിന്റെ ജീവിതത്തിൽ നിന്നിൽ പ്രവേശിക്കുക. നിന്റെ ഭവനമാകുന്ന മുന്തിരി തോട്ടത്തെ, ദൈവസഭയാകുന്ന മുന്തിരി തോട്ടത്തെ ഹല്ലേലൂയ നശിപ്പിച്ച് കളയാതെ, ചെറുകുറുക്കന്മാർക്ക് അതിൽ പ്രവേശിപ്പാൻ ഇടം കൊടുക്കാതെ നീ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ യോബിന് വേലി കെട്ടി സൂക്ഷിച്ച ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ വേലി കെട്ടി സൂക്ഷിക്കും. ആമേൻ. ദൈവം നിനക്ക് തീമതിരായിരിക്കും. അല്ലെങ്കിൽ സക്രിയാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ രണ്ടിന്റെ ദൈവം നമുക്ക് തീമതിരായിരിക്കുന്നു. അത് നിന്റെ കുടുംബത്തെ ദൈവം സംരക്ഷിക്കണം. പ്രൈസ്. അപ്പം പാപത്തെ നമ്മൾ ഒരിക്കലും അല്ലൊരു താലോലിക്കരുത്, പാപത്തെ താലോലിക്കരുത്, പാപത്തിന് പ്രോത്സാഹനം കൊടുക്കരുത്. ആരുടെ രക്തം ഭൂമി ചൊരിയിക്കരുത്. കേരളത്തിൽ ഒരു വ്യക്തിയുടെ രക്തം പോലും ചൊരിയാൻ പാടില്ല. ഒരു വ്യക്തി മരിക്കുമ്പോൾ, ഒരു വ്യക്തി അക്രമങ്ങൾ മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയാണ്, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആ നഷ്ടപ്പെട്ടു ഫാമി, അല്ലെങ്കിൽ ഭാര്യയാണ് നഷ്ടപ്പെട്ടു ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടുക. മക്കൾക്ക് അപ്പന്മാരെ അമ്മമാരെ നഷ്ടപ്പെടുന്നു, മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുന്നു. എത്ര നഷ്ടമാണ് അത്. നമ്മൾ സമാധാന മാർഗമുള്ളവരായിരിക്കണം. നമ്മൾ സമാധാന മാർഗമുള്ളവരായിരിക്കും. നീ മദ്യം കുടിച്ച് ആലയത്തിൽ വരരുത്, മദ്യം കുടിച്ചിട്ട് നീ ആലയത്തിൽ വരരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരിക്കണം. മദ്യപിച്ചിട്ടും വെളിവ് കെട്ടിട്ടും സുബോധം നഷ്ടപ്പെട്ടും ലഹരി ഉപയോഗിച്ചിട്ടും ലഹരി പദാർത്ഥങ്ങൾ അടിച്ചിട്ടും കുടുംബത്തിൽ വഴക്കുണ്ടാക്കിയിട്ടും അമ്മയെ തല്ലിയിട്ടും അപ്പനെ തല്ലിയിട്ടും അമ്മായിയമ്മയെ തല്ലിയിട്ടും മരുമോളെ തല്ലി മക്കളെ ഉപദ്രവിച്ചിട്ടും മക്കളെ അപ്പനെ അമ്മ സമ്പത്തിന്റെ പേര് ഇറക്കി വിട്ടിട്ടും സ്ത്രീധനത്തിന് പേരിൽ തമ്മി കലഹമുണ്ടാക്കി അവൻ രക്തച്ചുരിച്ച് നടത്തിയിട്ട് നീ വിശുദ്ധനായിട്ട് പള്ളിയിലേക്ക് വരരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം ക്രൈസ്തവ സഭയ്ക്കുണ്ടാകും. അതിലൊക്കെ ക്രൈസ്തവ സഭയൊക്കെ പരാജയപ്പെട്ട് കിടക്കുക, എല്ലാ വിഭാഗക്കാരും പരാജയപ്പെട്ട് കിടക്കുക. ചങ്കൂറ്റത്തോടെ ക്രമീകരണം ദൈവം നമുക്ക് തരിക. വചനം പറയുന്നത് ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്തിരിക്കുക. ഈ ലോകം, ഈ ഭൂമിയിലെ ജനം മുഴുവൻ ദൈവത്തിൻ്റെതാന്ന് ഞാൻ പറയും, ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇതിനെല്ലാം ദൈവത്തിന് ആവശ്യം, സകല ജനത്തെ ദൈവത്തിന് ആവശ്യം. വഴിയിൽ കിടക്കുന്ന ഭിക്ഷക്കാരൻ, യാചകൻ അടക്കമുള്ളവരെ സൃഷ്ടിച്ചത് ദൈവമായി. വഴിയിൽ കാണുന്ന യാചകരടക്കമുള്ള യാചകരടക്കമുള്ള 27 നില കൊട്ടാരത്തിൽ പാർക്കുന്നവരെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരേ ഒരു ആത്മാവ്, എല്ലാവർക്കും ഒരേ നിറത്തിലുള്ള രക്തമാണ്. കറുത്തവന് കറുത്ത രക്തം, വെളുത്തവന് വെളുത്ത രക്തം, ചിലർക്ക് മഞ്ഞ രക്തം, ചിലർക്ക് നീല രക്തം, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും ബ്ലഡ് ചുമപ്പത്, എല്ലാവർക്കും ഒരേ രക്തമാണ്, എല്ലാവർക്കും ഒരേ സൃഷ്ടിയാണ്, എല്ലാം ഒരേ പിതാവിന്റെ മക്കളാണ്. സ്വർഗസ്രാമമായ ദൈവമാണ് നമ്മുടെ ഓരോരുത്തരും സൃഷ്ടാവ്. സൃഷ്ടാവിനെ വെറുത്ത് സൃഷ്ടാവിനെ മടുപ്പിച്ച് നീ ചെയ്യുന്നതെല്ലാം പാപമാണ്. ഹല്ലേലൂയ. ഇപ്പം സകല മനുഷ്യന്റെ സൃഷ്ടാവാരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ഏക സത്യ ദൈവമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ് കർത്താവ് എന്ന് പറയുന്നത്. ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ പാപത്തിന്റെ അഭിരുചികളെ, ഈ കുറുക്കന്മാരെ നമ്മുടെ ശരീരത്തിന് പുറത്തു കളയണം. നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് ചെറുകുറുക്കന്മാരും വലിയ കുറുക്കന്മാരും. അല്ലേ? മോഷണം പിടിച്ചു പറയും. അല്ലേ? സഭയ്ക്കകത്ത് മോഷണം നടത്തുക, സഭയ്ക്കകത്തുനിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നവർ. അല്ലേലിയ. സ്തോത്രം. ദശാംശം മോഷ്ടിക്കുക, സ്തോത്രകാഴ്ച മോഷ്ടിക്കുക. അല്ലേലിയ. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കളവ് പറഞ്ഞ് പണം മേടിക്കുന്ന, പണം ഉണ്ടാക്കുന്ന വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും ദൈവസഭയ്ക്കകത്തും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് നാം തിരിച്ചറിവുണ്ടായിരിക്കണം. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എബ്രായ ലേഖനം 12 പോകുന്ന എല്ലാവരോടും സമാധാനം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ദൈവത്തിന് ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ നമ്മൾ തീർത്തും ലേഖനം വായിക്കപ്പെട്ടു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരോ ദൈവത്തെ കാണുമെന്ന യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്.
എല്ലാ ഭാഗത്തും ശുദ്ധീകരണം. അപ്പൊ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും വലിയ കുറുക്കന്മാരെയും ചെറു കുറുക്കന്മാരെയും നമ്മൾ നീക്കിക്കളണം. പാപമാകുന്ന അഭിരുചികളെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് നമ്മൾ എതിർത്ത് നിന്നിട്ടില്ല എന്ന് നമ്മൾ വേദപുസ്തകത്തെ എബ്രായത്തിൽ വായിക്കുന്നുണ്ട്. അത് പാപത്തോട് പോരാടി ജയിക്കണം. പാപത്തോട് പോരാടി ജയിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ പ്രഭാതത്തിൽ നോക്ക്, കട തുറന്നിരിക്കുന്ന ഹല്ലേലൂയ ആയിരക്കണക്കിന് ബംഗാളികൾ ഓരോ ഗ്രാമത്തിലും പട്ടണങ്ങളിലും രാവിലെ ജോലി അന്വേഷിച്ച് വന്ന് നിൽക്കുമ്പോൾ അവർ നിൽക്കുന്നിടത്ത് കിടക്കുന്ന ആലിയ മസാല കൂടുകൾ, പാൻമസാലയുടെ കൂടുകൾ, കവറുകൾ, അവർ ഓരോരുത്തരും കയ്യിലിട്ട് തിരുമ്മി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചുണ്ടിടയിൽ വെക്കുന്ന, ബസ് സ്റ്റാൻഡുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിറഞ്ഞു കിടക്കുന്ന അമലരിയ പാൻമസാല കവറുകൾ, രഹസ്യവും പരസ്യവുമായി ഇത് ഉപയോഗിക്കുന്ന ഡ്രൈവർമാരും വണ്ടിയിലെ ജീവനക്കാരും, സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ പോലും ഇത് ഉപയോഗിക്കുന്നില്ല. ഞാനൊരു സർക്കാർ ഓഫീസിൽ ചെന്നപ്പോൾ ആ സർക്കാർ ഓഫീസിനകത്ത് പെട്ടെന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് പോക്കറ്റിൽ നിന്ന് പാൻമസാല എടുത്ത് തിരുമിയിട്ട് ചുണ്ടിനടിയിൽ വെച്ച് ഒന്ന് തുപ്പിയിട്ട് ചുറ്റുവട്ടം നോക്കി, മൂക്കൊന്ന് ചീറ്റി മുഖമൊക്കെ തുടച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം മേഖലയും ഉണ്ടെന്ന്, എല്ലാ മേഖലയുണ്ട്. ഇതിനെ ശക്തമായിട്ട് എതിർക്കണമെന്നേ. നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറയാണ്, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത്. എന്നെ കേൾക്കുന്ന മാതാവ്, നമ്മുടെ ജീവിതമായി ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ തന്നെ കൊടുക്കണം. കുടുംബത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കുടുംബത്തിന് കൊടുക്കണം. കുടുംബ ജീവിതത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം. മദ്യപിച്ച് വെളിവുകെട്ട് സുബോധം നഷ്ടപ്പെട്ട് ഗമനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ, സ്വന്തം ഭാര്യയെ വീട്ടിൽ നിറക്കി വിടുന്നവർ, സ്വന്തം ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാർ, മാത്രമല്ല അവിഹിത ബന്ധത്തിലൂടെ ജീവിക്കുന്ന അനവധി ആളുകൾ പെരുകുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ മൂന്നാമതൊരു ബന്ധം, അവിഹിത ബന്ധം. വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരും പ്രവേശിച്ച് ജഡത്തെ മലിനമാക്കുന്ന പാപത്തിന്റെ അഭിരുചികൾ കൊണ്ടുവന്ന് കുടുംബത്തെ തകർക്കുന്ന അവിഹിത ബന്ധങ്ങൾ, കുട്ടികളുടെ അവിഹിത ബന്ധങ്ങൾ, പ്രേമ നൈരാശ്യങ്ങൾ, പ്രേമ നിരാശകൾ, അതുമുഖാന്തരം ആത്മഹത്യകൾ, അതുമുഖാന്തരം ഡിപ്രഷൻ രോഗങ്ങൾ, ലേലിയ, എത്രയെത്ര മാരകമായ വിഷാണുക്കളാണ്. ചെറിയ കൃമി പോലും ജീവിതത്തിൽ ഇഴഞ്ഞാൽ പിന്നത്തേതിൽ അത് വലിയ വലിയ മാരകമായ രോഗങ്ങളായി മാറും. ചെറിയ കൊതുക് ശരീരത്തിൽ കുത്തി രക്തം കുടിച്ചാൽ പിന്നത്തിൽ വലിയ വലിയ രോഗമായി മലേറിയ വരെ പിടിക്കാൻ സാധ്യതയുണ്ട്. മന്ദരോഗങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, പാപത്തിന്റെ അഭിരുചികളെ നീക്കിക്കളയണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ നീ പിടിക്കണം, പിടിച്ചു കെട്ടണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ, സുവിശേഷന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4:4 മറ്റൊരുത്തിന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിൽ സമാധാനം നൽകാൻ കഴിയുള്ളൂ. ലോകത്തിൽ സമാധാനം. ഭൂമിയിലെ രാഷ്ട്രീയക്കാരും മതങ്ങളും ഒക്കെ വട്ടമേശ സമ്മേളനം നടത്തി സമാധാന കരാർ ഉണ്ടാക്കി തിന്നുകുടിച്ച് കുളച്ചു മതിച്ച് നടക്കുന്ന വാചാനി പശുക്കളെ പോലെ അവർ തിമിർത്താടി നടക്കുന്നതല്ലാതെ സമാധാനമെങ്ങും കൊണ്ടുവന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇത് നിങ്ങൾ തെളിവൊക്കെ കാണിച്ചതാ. സകലത്തെ നശിപ്പിക്കുന്ന കുറുക്കന്മാർ, വലിയ കുറുക്കന്മാർ, ചെറിയ കുറുക്കന്മാർ, എല്ലാ മേഖലയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ചെറിയവരെ വലിയ ഒരുപോലെ നശിപ്പിച്ച് കളയുന്ന ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളെ, സാത്താന ശക്തികളെ, കുറുക്കന്മാരെ നാം തിരിച്ചറിയണം. രക്തം ചെയ്യും. ജനം ഒന്നിച്ചെഴുന്നേക്കട്ടെ. സുബോധമുള്ള ജനം ഒന്നിച്ചെഴുന്നേറ്റിട്ട് ആത്മാർത്ഥത ഒന്നിച്ച് കരങ്ങൾ കോർത്ത് രാവിലെ പെരുവഴിയിലേക്ക് ഇറങ്ങി ജനത്തെ നശിപ്പിക്കുന്ന, ദേശത്തെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ പിടിച്ചു കെട്ടാൻ തയ്യാറാകണം. അവരെ പിടിച്ചു കെട്ടി രംഗത്തുകൊണ്ടും വടകരയിൽ ഉയർന്ന പോസ്റ്റർ പോലെ ദേശത്തിന്റെ എല്ലാ ഭാഗത്തും പോസ്റ്റർ ഉയരട്ടെ. ചെറുകുറുക്കന്മാരെ, വലിയ പിടിച്ചു കെട്ടുന്ന, അവരെ നിയമത്തിൻപിൽ കൊണ്ടുവരുന്ന അനവധി സന്നദ്ധ സംഘടനകൾ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ച് സമ്മേളിക്കണം, ഒന്നിച്ച് സംഘടിക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടണം. ഓരോ ദിവസവും പത്രവാർത്തകളും TV വാർത്തകളും മൊബൈലിലെ വാർത്തകളെ കാണുന്ന നെഞ്ചിരിക്കുക, കരയുന്ന ഹൃദയം പൊട്ടുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാതെ, മനുഷ്യ ജീവിതത്തിന് ഒരു പുല്ലുവിലയും കൊടുക്കാതെ വെറുതെ വെട്ടി നുറുക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ, ജീവനോടെ ഇരിക്കുന്ന മനുഷ്യൻ പുളഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ, പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ, രക്തം വാർന്നൊഴുകി മരിക്കുന്നത് കാണുമ്പോൾ ഏത് മാതാവിനാണ്, ഏത് പിതാവിനാണ് ഇത് ഹൃദയം പൊട്ടാത്തത്? അത് കണ്ടിട്ടും മല്ലരിയ സന്തോഷിക്കുന്ന
പണ്ടിയ പുസ്തകത്തിൽ റോമാനഗരത്തെ തീ പിടിച്ചപ്പോൾ നീറോ ചക്രവർത്തിക്ക് വീണ വായിച്ചെന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ കേരളത്തിൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ, അക്രമങ്ങൾ പെരുകുമ്പോൾ ഇത് കണ്ടിട്ടും ഇന്നും കണ്ടിട്ടില്ലാത്ത പോലെ കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ അല്ലേരിയ മാനസാന്തരപ്പെട്ട് ദൈവ ഭയമുള്ളവരായി മാറണം. അല്ലേരിയ അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലേരിയ നമ്മുടെ ജീവിതത്തിന്റെ ചെറുകുറുക്കന്മാരെ, ദൈവസഭയെ നശിപ്പിക്കുന്ന, ദൈവജനത്തെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരുടെയും വേരുകൾ തന്നെ പിഴുതെറിയണം. ഇവിടുത്തെ അധാർമികമായി പ്രവൃത്തി ചെയ്യുന്നവരുടെ വേരുകൾ തന്നെ പിഴുതെറിയണം. ഒരു മുള ഒരു ദേശത്ത് വളർന്നാൽ, ഒരു മുളച്ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മുള വളർന്ന് പല മുളകളായി മാറും. അത് വലിയ കൂട്ടമായി മാറും. അത് വലിയ പടർപ്പായി മാറും. അതിന്റെ ചുറ്റുവട്ടത്ത് ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ വേരുകൾ 4 സൈഡിലേക്ക് ഒരു മുള വെച്ചാൽ ഏകദേശം 1.5 സെന്റ് സ്ഥലത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന നശിക്കത്തില്ല സാധനം എന്ന് പറഞ്ഞല്ലേ. അത് വളരുന്നതിന് മുമ്പേ, ഇങ്ങനെയുള്ള പാപങ്ങൾ വളരുന്ന മുമ്പേ, അഭിരുചികൾ വളരുന്ന മുമ്പേ അങ്ങനെ വേരുകൾ പിഴുതെറിയുവാൻ ജനം മുന്നോട്ട് വരണം. പ്രൈസലോ. നാം ഉണരാൻ സമയമായി. പ്രാർത്ഥനയിലേക്ക് വരേണ്ട സമയമായി. മാനസാന്തര സമയമായി. ഇങ്ങനെ പോയാൽ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? മനുഷ്യര് പുറത്തിറങ്ങാൻ കഴിയാത്ത അനുഭവമാകും. ഇവിടെ മദ്യവും മയക്കും ലഹരി പദാർത്ഥം അങ്ങനെയുള്ള എല്ലാ ധാർമ്മിക എല്ലാ വലിയ കുറുക്കന്മാരും ചെറുകുറുക്കന്മാരും ഇവിടെ തിമിർത്താടി നടക്കും. കോടികൾ വിലയുള്ള ആഡംബര കാറുകളിൽ അവർ ഉല്ലസിച്ച് നടക്കും. അവരുടെ മക്കൾ വിദേശത്ത് ഉന്നതമായ ജോലി ചെയ്ത് ഉന്നതമായി പഠിക്കും. സാധാരണക്കാരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഉണരണം സോദാവി. നീ നിന്റെ കുടുംബം ഉണരണം. മാനസാന്തരത്തിൽ ഉണങ്ങി വാ. അല്ലേരിയ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. ഇവിടെ ജാതിക്കോ മതത്തിനോ പ്രശസ്തിയൊന്നുമില്ല. അതല്ല ഞാനിവിടെ പറയുന്നത്. ദേശത്തെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളെ തലമുറയെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കുറുക്കന്മാരെ പിടിച്ചു കെട്ടാൻ നീ തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്രമാത്രം ഈ സന്ദേശം ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങൾ കേൾക്കാതിരിക്കരുത്. നിങ്ങൾ ചിന്തിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലുള്ള എല്ലാ മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള എല്ലാ ജനതയും, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കും രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലേക്ക് സകല ജനതീയ അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരി, അതിർത്തികൾ കാക്കുന്ന CRP സൈന്യത്തിനായി ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാംശ പോലീസിന്റെ വിവിധ സെക്ഷൻ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, കർത്താവ് എല്ലാ സാമ്പത്തിക മേഖലയിലും എല്ലാ ബാങ്കിങ് മേഖലയിലുമായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, രാഷ്ട്രീയക്കാർ, ഭരണപ്രദേശ പാർട്ടികൾ, മത, സാമൂഹ്യ, സംസ്കാര, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന എല്ലാ പ്രിയ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, കടലോരവാസികളെ, തീരദേശങ്ങളിൽ പാർക്കുന്ന മത്സ്യബന്ധനത്തിന് ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, അവർ സഹകരണ കർത്താവ് വിശ്വാസമേരിയ കൺഷൻ മെക്കാനിക്, ഓട്ടോ, യൂണിയനകത്ത് പണിയെടുക്കുന്ന എല്ലാ ടൈസോട്ട് ഡ്രൈവേഴ്സിനും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, സെയിൽസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചെറുതും വലുതുമായ എല്ലാ ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും എല്ലാ വ്യാപാര വ്യവസായം വഴിയുടെ കച്ചവടക്കാരെ, കർത്താവ് എല്ലാ പാടത്തും പറമ്പിലും കൂടിയിലും മണ്ണിനോടും കല്ലിനോടും തടിയോടും മല്ലുപിടിച്ച് അധ്വാനിച്ച് വേർപൂറ്റുന്നവർ, ഇവരൊക്കെ ഞങ്ങൾ എല്ലാ ഈ വലിയ കുറുക്കന്മാരാണ്, ചെറു കുറുക്കന്മാരാണ് നശിച്ചുകൊണ്ട് കുടുംബങ്ങൾ, തലമുറകൾ, വ്യക്തികൾ, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാക്കിൽ, രാജ്യപ്പെടുത്ത അശന യാചകനായിരിക്കുന്ന എല്ലാ ജനത്തിനും ഒരു മാനസാന്തരം കൊടുക്കണമേ. കുടുംബങ്ങളെ തകർക്കുന്ന, കുടുംബ ജീവിതത്തെ തകർക്കുന്ന ഈ വലിയ കുറുക്കന്മാരും ചെറിയ കുറുക്കന്മാരെയും മദ്യപാന മേഖലകൾ, അബ്കാരി, കോൺട്രാക്ടർമാർ, ബാർ ഉടമകൾ, ബീവറേജിന്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, കള്ളൻ ഷാപ്പിന്റെ ഉടയവരുടെ കോൺട്രാക്ടർമാർ, മയക്കുമരുന്ന് വിൽക്കുന്നവർ, ചെടികമായ ജീവിതം നയിക്കുന്നവർ, അസന്മാർഗികമായ രീതി, അശ്ലീലമായ ജീവിതത്തിൽ ജനത്തെ നയിക്കുന്ന അവരെ നടത്തുന്ന ഈ വലിയതും ചെറുതുമായ എല്ലാ കുറുക്കന്മാരെ, തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയതയും കൊണ്ടുവന്ന് ജനത്തിന്റെ കലഹമുണ്ടാക്കി രക്തചൊരിച്ച് നടത്തുന്ന സകല പൈശാചിക ശക്തികളെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ജനം മടങ്ങി വരട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാ ഉള്ളങ്ങളിൽ നിറയട്ടെ. ദൈവസ്നേഹമാണ് ഏറ്റവും വലുത്. ക്രിസ്തീയ സമാധാനമാണ്, യേശു ക്രിസ്തു നൽകിയ സമാധാനമാണ് ഏറ്റവും വലുതെന്ന് ജനം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന സകല അസമാർഗ ജനത്തെ വിടിവിക്കണമേ. ഭാവിയുടെ വിദേശത്ത് കടന്നുപോയിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, കുടുംബങ്ങൾ, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു.
കഷ്ടം മാരകമായ രോഗത്തിനെതിരെ കിടക്കുന്ന മാരകമായ രോഗികളായി കിടക്കുന്നവർ, മരണാവസ്ഥയിലായിരിക്കുന്നവർ, ഹല്ലേലൂയ, ക്യാൻസർ, ക്ഷയരോഗ, കുഷ്ഠരോഗത്തിൽ ഭാരപ്പെടുന്ന എല്ലാ നാഡീനരം, എല്ലാ ജോയിന്റുകൾ, ദേശികളും, എല്ലാ സന്ധി മത്സ്യങ്ങളിലും, എല്ലാ ബോൺസമായ രോഗങ്ങളിലും ജനം പിടിക്കും. മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, മനോരോഗാശുപത്രികൾ, ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നവർ, ഭവനമില്ലാത്തവർ, തലമുറയില്ലാത്ത ഭാരപ്പെടുന്നവർ, കുടുംബജീവിതം തന്നെ ചിഹ്നഭിന്നമായി ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ പശ്ചാത്തലത്തിൽ അകപ്പെടുന്ന പ്രിയപ്പെട്ടവർ, കുടുംബജീവിതം തകർത്തുകൊണ്ട് ഡൈവേഴ്സിലേക്ക് എത്തിക്കിടക്കുന്ന ആയിരക്കണക്കിന് കേസുകൾ, അങ്ങനെ കർത്താവ് ജീവിതത്തിൽ ജനം തകർന്നുകൊണ്ടിരിക്കുന്ന സകല മേഖലയിലും ഒരു വലിയ ശുദ്ധീകരണത്തിനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ നാളിൽ കർത്താവ് ജനത്തിന് മനസ്സാധന കൊടുക്കണമേ. സമാധാനങ്ങളുടെ കേരളത്തിൽ, ഭാരത ലോകരാജ്യക്കണം. രക്തച്ചൊരിച്ചിൽ ഇല്ലാതായി മാറട്ടെ. ജനത്തെ വിടിവിക്കണമേ. പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.